ഉൽപ്പത്തിഷ്ണുകൾ തങ്ങളുടെ അജ്ഞതയിൽ നെയ്തെടുത്ത നജിദിയൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കമ്പോളമാക്കാൻ ശ്രമിച്ച മുസ്ലിം കൈരളി, സത്യവിശ്വാസത്തിന്റെ സൽസരണിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ നേർരേഖയിൽ തളച്ചിടാനായി കനപ്പെട്ട പേജുകളിലൂടെ വിലപ്പെട്ട സ്റ്റേജുകളിലൂടെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത പണ്ഡിതൻ പ്രഗൽഭവാക്കുമി ഷെയ്ഖുന കല്ലൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തൻ്റെ സ്വതസിദ്ധമായ സരള ശൈലിയിലും സ്വരമാധുരിയിലും സൃഷ്ടിച്ചെടുത്ത സുന്നി ആശയ വിശദീകരണം എന്ന പ്രഭാഷണത്തിന്റെ ദൃശ്യാവിഷ്കാരം 2 VCDകളിലൂടെയായി നിങ്ങളിലെത്തിക്കുന്നു. കിങ് പെയർ മ്യൂസിക് സർവീസ്, പ്രൊഡ്യൂസർ KP മുഹമ്മദ് ഷെരീഫ്, വീരമംഗലം. ബിസ്മില്ലാഹി ബാബന തബാറക ഹിബാലുന യാസീൻ സഖഫന കാഫഹാ യാ ഇൻസാദി കിഫായതുന ഹാമീം യൻസിൻ ഖാഫി ഹിമായതുന ഫസയക്ഫീകഹുമുല്ലാഹു വസ്സമീഉൽ അലീം ഫസയക്ഫീകഹുമുല്ലാഹു വസ്സമീഉൽ അലീം ഫസയക്ഫീകഹുമുല്ലാഹു വസ്സമീഉൽ അലീം وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون قال الله عز وجل الجمعة حق واجب إلا على أربعة عبد مملوك أو امرأة أو صبي أو مريض في رواية أو مسافر سفيرنا رسول الله فلا تؤمن زمانك قط أنثى ولو قالت نزلت من السماء أمة سيدنا مولانا മുഹമ്മദ്. പരിശുദ്ധമായ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ നമ്മുടെ എല്ലാവരുടെയും സർവ്വവിധ ദോഷങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ച ആളുകളുടെ സർവരുടെയും ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളും വിവരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ വാക്ക്, പ്രവൃത്തി, അനുവാദം, സൂചന തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒൽ ജമാഅത്താകുന്ന സഹാബാക്കൾ വഴി അതിൻ്റെ പിൻഗാമികളായി ഇന്ന് വരെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സുന്നികൾ. ഞാൻ ഖുർആൻ നിങ്ങൾ സമർപ്പിച്ച നിങ്ങൾ മുറുകെ പിടിച്ചാൽ റെഡിയാണ്. ആരിൽ സമർപ്പിച്ചു, ആർക്ക് സമർപ്പിച്ചു, ആര് സമർപ്പിച്ചു, എപ്പോൾ സമർപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകൾ ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആനെ നേരെ കേട്ട ആളുകൾ ഇവിടെ ആരുണ്ട്? ആരുമില്ല. പിന്നെ ഞാൻ നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആവാനുള്ള ന്യായം എന്താണ്? നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആവാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് തീർച്ച. പിന്നെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ സമർപ്പിച്ചത്? എങ്ങനെയാണ് സമർപ്പിച്ചത്? അവിടെ നിന്നാണ് നമ്മളെ മൗലൂദുമാരിയൊക്കെ വരേണ്ടത്. അടിസ്ഥാനപരമായി തന്നെ നാം ചിന്തിക്കണം. നബി ഇവിടെ ഖുർആനിനെ സമർപ്പിച്ച ശൈലി എങ്ങനെയാണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകളെ അവരെ മേൽ ഓതിക്കൊടുക്കുന്നു. ആരെ മേലാ ഓതിക്കൊടുത്തത്?
ഈ ഇരിക്കുന്ന ഈ ഏതെങ്കിലും ആളുകൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഓത്ത് നേരെ കേട്ട ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളെക്കാളൊക്കെ പ്രായം കുറഞ്ഞ മൗലവിമാർ അവിടെ പ്രസംഗിച്ച് കുറച്ച് വയസ്സന്മാരായ നമ്മൾ യത്ലൂ അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകളെ അവരെ മേൽ അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ അവർ എന്ന് പറയുന്ന കക്ഷിയാര്? ആരെ മേലാണ് നബി ഓതിക്കൊടുത്തത്? നീ ഖുർആനിന്റെ മുറുകെ പിടിച്ചോ, ഒഴിച്ചിട്ടെങ്കിൽ പിടിച്ചോ എന്ന് പറയണ്ടല്ലോ. എങ്ങനെയാണ് നബി ഇവിടെ ഖുർആൻ സമർപ്പിച്ചത്? ഓതിക്കൊടുത്തുകൊണ്ട് സമർപ്പിച്ചു. ബുദ്ധിമാനികൾ ചിന്തിക്കണം. ആരുടെ മേലാണ് നബി ഓതിക്കൊടുത്തത്? നബിയിൽ നിന്ന് വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായും ഓത്ത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നബിയിൽ നിന്ന് ഓത്ത് ശരിയായ രീതിയിൽ കേട്ടത്. അതാര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, വകദാലിക സായിറു സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, മറ്റു സഹാബത്തും അല്ലേ? നബിയിൽ നിന്ന് ഓത്ത് കേട്ട ആളുകൾ അവരല്ലേ? അവരെ മേൽ ഓതിക്കൊടുത്തു. എങ്ങനെയാണ് ഖുർആനിനെ ഈ ലോകത്ത് നബി സമർപ്പിച്ചത്? നബി അവരെ മേൽ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടാണ് സമർപ്പിച്ചത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായ സംശയം, അവർ അറബികളാണല്ലോ, അവർക്കെന്തിനാ ഓതിക്കൊടുക്കേണ്ട ആവശ്യമെന്ന് ഒരുപക്ഷെ സംശയമുണ്ടാവും. അറബികളായതുകൊണ്ട് ഖുർആൻ വായിക്കാൻ സാധ്യമാണോ? അറബി ഭാഷ പണ്ഡിറ്റായതുകൊണ്ട് ഖുർആൻ വായിക്കാൻ സാധ്യമാണോ? അഫ്ളലുൽ ഉലമ പാസ്സായി എന്ന് വെച്ചോ, ഇനി അതിന്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ ഡിഗ്രി പാസ്സായി. അങ്ങനെ അഫ്ളലുൽ ഉലമ എന്ന് പറയൽ എന്നെ ശിർക്കാവും പല വീക്ഷണപ്രകാരം. അത് നമുക്ക് രാത്രി പറയാം. ബഹുമാനികളെ, അങ്ങനത്തെ വലിയ ഡിഗ്രി സമ്പാദിച്ച ആള് തന്നെ ആണെങ്കിൽ ഖുർആനിനെ ആ ഭാഷാ നിലവാരത്തിൽ ഖുർആനെ വായിക്കാൻ സാധ്യമാണോ? ഖുർആനിന്റെ പാരായണ നിയമം മറ്റൊന്നല്ലേ? ഭാഷാശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, ഈ രണ്ട് ശാസ്ത്രത്തിനെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതില്ലേ? ഖുർആനിന്റെ വെറും ഭാഷാശാസ്ത്രം അനുസരിച്ച് ഖുർആനിനെ പാരായണം ചെയ്യാൻ സാധിക്കുമോ? ശ്രദ്ധിക്കണം. ഇല്ല. ഉദാഹരണം, നിലമുള്ള ഭാഷാ പണ്ഡിതനാണ്. അറബി ലേഖനം എഴുതാൻ കഴിയും, അറബി വായിക്കാൻ കഴിയും, അറബിയിൽ പ്രസംഗിക്കാൻ കഴിയും, അറബിയിൽ എല്ലാ കഴിവുണ്ട്. ഈ കഴിവുകൾ വെച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ സാധ്യമാണോ? ആണെങ്കിൽ നമ്മളെ മുസ്ഹഫ് മറിക്കുക. ആദ്യം കാണുന്ന സൂറത്തേതാ? ഫാത്തിഹ. രണ്ടാമത് അൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഓതിയാട്ടെ. എന്ത് വായിക്കോടെ? ഭാഷാശാസ്ത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലമ. ഒരാൾ വായിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലമ. എന്താടോ അലമാന്ന് വായിക്കാൻ കാരണം? എടോ, പ്രവാചകൻ പറഞ്ഞു, ഞാൻ സുപ്രധാനമായ രണ്ട് ആശയം നിങ്ങളെ മുമ്പിൽ വെച്ച്, ഒന്ന് ഖുർആൻ, ഒന്ന് സുന്ന. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ തെറ്റുപറ്റില്ല. ഞാൻ ഖുർആൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അലമ എന്നാണ്. ഫഅല. വേറൊരുത്ത പുറത്തുനിന്ന് വായിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലിമ. അതെന്താടാ ഈ ഉലിമ എന്ന് വായിക്കണേ? എന്താ അലമ എന്ന് വായിക്കണേ? ഞാനത് മഅറൂഫ് ആയതുകൊണ്ടോ ഞാൻ മജ്ഹൂൽ ആയതുകൊണ്ടോ എന്ന് പറയാൻ നോക്കൂ? ഭാഷാശാസ്ത്രത്തിനെതിരുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ എങ്ങനെ വായിക്കും? യെസ് നോ. യാസീൻ ത്വാഹ അലിഫ് ലാം റാ കാഫ് ഹാ യാ ഐൻ സാദ് ഹാമീം ഐൻ സീൻ ഖാഫ്. ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഭാഷാശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ സാധ്യമാണോ? ഇപ്പൊ ചില ആൾക്കാർ പറയും വലിയ റാത്തീബിലുണ്ട് ഓ ഹാ ഹി ഹയ്യുൻ. അത് തെറ്റാണ്. എവിടെ തെറ്റ്? കാഫ് ഹാ യാ ഐൻ സാദ്. അത് തെറ്റാ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ദിക്റാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇൻ ഹുവ ഇല്ലാ ദിക്ർ. ഖുർആൻ ദിക്ർ അല്ലാതല്ല. കാഫ് ഹാ യാ ഐൻ സാദ്. എന്താ ദിക്റല്ല എന്ന് പറയാൻ കാരണം? ഇരിക്കട്ടെ, ഭാഷാപരമായി കൊണ്ട് ഭാഷാശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തനിക്കിവിടെ വായിക്കാൻ സാധ്യമാണോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം അവരെ മേൽ ഓതി കൊടുക്കുന്നത്. 7 തരത്തിലുള്ള ഖിറാഅത്ത് മശ്ഹൂർ ഉണ്ട്. ആ ഉൻസിലൽ ഖുർആനു അലാ സബ്അത്തി അഹ്റുഫിൻ എന്ന തത്വം അടിസ്ഥാനപ്പെടുത്തി ഇതിനെ മുഴുവനും മഹാനായ റസൂലുള്ളാഹി വിശദീകരിച്ചു. ഇതാർക്ക് ഓതിക്കൊടുത്ത് അവരെ മേൽ ഓതിക്കൊടുത്തു എന്ന് പറയുന്ന ഈ അവരാരാവ് മനസ്സിലാക്കിയ പ്രശ്നം അവസാനിച്ചു. പിന്നെ ഈ ഒച്ചപ്പാടുണ്ടാവില്ല. അവരെ മേൽ എന്ന് പറഞ്ഞാൽ ആരാണ് അവര്?
അത് മനസ്സിലാക്കണം. മഹാന്മാരായ സഹാബ അല്ലാതല്ല, മഹാന്മാരായ സഹാബത്തിന്റെ മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ ഓതിക്കൊടുത്ത് 23 കൊല്ലങ്ങളോളം അതിനെ ശരിയായ രീതിയിൽ ഓത്ത് പഠിപ്പിച്ച്. ഇന്ന സ്ഥലത്ത് ഇദ്ഗാം ചെയ്യേണ്ടത് ഇവിടെയാണ്, ഇഖ്ഫാ ചെയ്യേണ്ടത് ഇവിടെയാണ്, ഇദ്ഗാം ബി ഉന്ന ഇദ്ഗാം ബിലാ ഉന്ന അത് ഇന്ന സ്ഥലത്താണ്, ഇഖ്ഫാ ഇദ്ഹാർ ചെയ്യേണ്ടത് ഇന്നതാണ്, വാജിബായ മദ് ഇന്നത്, ജായിസായ മദ് ഇന്നത് എന്ന് മാത്രമല്ല ഖുർആനിന്റെ പാരായണത്തിനോട് ബന്ധപ്പെട്ട സാർവത്രിക നിയമങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി യത്ലു അലൈഹിം അവരെ മേൽ ഓതിക്കൊടുത്തു. ആരമേല്? ഇവിടെയാണ് ശ്രദ്ധിക്കുക. ആ അടിസ്ഥാന തത്വം മനസ്സിലായ മുജാഹിദ് എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അടിസ്ഥാന തത്വത്തിൽ നാം മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നാം മനസ്സിലാക്കണം. ആർക്ക് ഓതിക്കൊടുത്തു? സഹാബത്തിന് അല്ലേ? സഹാബത്തല്ല, ഞാനും നബിന്റെ അടുക്കന്ന് ഓത്ത് കേട്ട് എന്ന് പറഞ്ഞ മൗലവിയാരാ? ഓരെ നമുക്കൊന്ന് കണ്ടാ വിവരം പിടിച്ചാലോ? നബിയിൽ നിന്ന് ഓത്ത് കേട്ട മഹത്തുക്കൾ ഇവരാണ്. എന്നിട്ടോ വയുസക്കിയും അതുവഴി അവരെ സംസ്കരിച്ചെടുത്ത് ഖുർആൻ കിതാബ പരിശുദ്ധ ഖുർആനിന്റെ ആശയോദ്ദേശങ്ങളെ ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിക്കുകയും ചെയ്ത്. അപ്പൊ ഖുർആനിനെ ഈ ലോകത്ത് സമർപ്പിച്ചത് തിലാവത്തുൽ ലിൽ ഖുർആൻ, തസ്കിയത്തുൻ ബിൽ ഖുർആൻ, തഅലീമുൽ ലിൽ ഖുർആൻ. ഖുർആനിന്റെ ആശയ പ്രചരണം, ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആശയം പഠിപ്പിച്ചു അവർക്ക്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിനെ വളരെ കൃത്യമായും വസ്തുനിഷ്ഠമായും മനസ്സിലാക്കിയ അവിടുത്തെ പ്രിയ പത്നി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു അവസരത്തിൽ ചോദിക്കുകയുണ്ടായി, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്, മുസ്തഫായ നബിയുടെ ജീവിത ശൈലികൾ എങ്ങനെയായിരുന്നു എന്ന്. അവിടുത്തെ വാക്കുകൾ എങ്ങനെ, അവിടുത്തെ പ്രവർത്തികൾ എങ്ങനെ, അവിടുത്തെ അനുവാദങ്ങൾ എങ്ങനെ, അവിടുത്തെ സൂചനകൾ എങ്ങനെ തുടങ്ങിയ അവിടുത്തെ ജീവിതത്തിന്റെ അഖില തുറകളെയും വെച്ചുകൊണ്ട് ആയിഷയോട് ചോദിക്കുന്നു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്. അത് വാക്കും പ്രവർത്തി അനുവാദം സൂചനയൊക്കെ പെട്ട് ഖുലുഖ് എന്നുള്ളതിൽ വലിയൊരു സംസാരിക്കും ഒറ്റ വാക്കിൽ വലിയ വിശാല അർത്ഥം ഉണ്ടാവും. ഇദാ തമ്മ അഖലുൽ മർഇ അല്ലാ കലാമുഹു. എങ്ങനെയായിരുന്നു നബിയുടെ ജീവിത ശൈലി എന്നാണ് ആയിഷയോട് ചോദിച്ചത്. ചോദ്യകർത്താവിനോട് ആയിഷ ചോദിച്ചു, അലസ്ത തഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? ഖാലനാം, അതെ. പിന്നെന്തിനാ നബിന്റെ സ്വഭാവം ചോദിക്കുന്നത്? കാന ഖുലുഖുൽ ഖുർആൻ, മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനമായിരുന്നു. ഖുർആനിൽ എന്തെല്ലാം ആശയങ്ങളുണ്ടോ ചെയ്യേണ്ടത് ചെയ്ത് കാണിച്ചു കൊടുത്ത്, പറയേണ്ടത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, സൂചനാപരമായി അറിയിക്കേണ്ടത് സൂചനാപരമായി അറിയിച്ചു. ഇങ്ങനെ ഓരോ വിഷയങ്ങളും അവിടുത്തെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അനുവാദത്തിലൂടെ, സൂചനയിലൂടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും തന്നെ പഠിപ്പിക്കലായിരുന്നു നബിയുടെ ജീവിതം. ഇതാരെ പഠിപ്പിച്ചു? നബിയുടെ പ്രവൃത്തി കണ്ടവരാര്? നബി നിസ്കരിക്കുന്നത് കണ്ടതാര്? ഞാനോ നിങ്ങളോ നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. നബിയുടെ നിസ്കാരം കണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹത്തുക്കളാണ്. അവിടുത്തെ നോമ്പ് അനുഭവപ്പെട്ടത് ആ മഹത്തുക്കളാണ്. എന്ന് വേണ്ട, അവിടുത്തെ ജീവിതത്തിന്റെ അഖില തുറകൾക്കും ദൃക്സാക്ഷികൾ ആര്? മഹാന്മാരായ സഹാബത്താണ്. ആ സഹാബത്തിനെ 23ഓളം കൊല്ലങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങള് വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അനുവാദത്തിലൂടെ, സൂചനയിലൂടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതത്തിന്റെ അഖില തുറകളിലൂടെ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്നിട്ട് ചരിത്ര പ്രസിദ്ധമാകുന്ന ഹജ്ജത്തുൽ വദായിൽ വെച്ചവിടുന്ന് പറഞ്ഞു, ഞാനിതാ സുപ്രധാനമായ 2 ആശയങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ചൊന്ന് അല്ലാഹുവിന്റെ കിതാബ്. ആ കിതാബ് എന്താണ് എന്ന് എന്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അനുവാദത്തിലൂടെ, സൂചനയിലൂടെ, ഉദ്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഇതാ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുകയും നിങ്ങളുടെ പിൻതലമുറയ്ക്ക് കൈമാറുകയും ചെയ്താൽ ഒരബദ്ധങ്ങളും നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുകയും അവിടുന്ന് 80 ചില്ലാനം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഫാത്താവുകയും ചെയ്തു. ഇവിടെയാണ് ചർച്ച. ഇപ്പൊ ഖുർആനിന്റെ ഒറിജിനൽ തഫ്സീർ എന്താ? ഖുർആനിന്റെ ഒറിജിനൽ വ്യാഖ്യാനം എന്താണ്? ഹയാത്തുൻ നബിയിൽ മുസ്തഫ, റസൂലുള്ളാഹിന്റെ ജീവിതമല്ലേ ഖുർആനിന്റെ യഥാർത്ഥ വ്യാഖ്യാനം. കാരണം
ഖുർആനിന്റെ ആശയങ്ങൾ അവിടുത്തെ വാക്ക് പ്രവൃത്തി അനുമാന സൂചനയിലൂടെയാണ് ആര് പഠിപ്പിക്കുന്നത്? റസൂലുള്ള പഠിപ്പിക്കുന്നത്. അപ്പൊ ഖുർആനിന്റെ ഒറിജിനൽ തഫ്സീർ ഏതാ? നബിന്റെ ജീവിതം. ആ നബിയുടെ ജീവിതം അവസരം കിട്ടുമ്പോഴെല്ലാം സുന്നികൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിന്റെ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്ത്? റസൂലുള്ളാഹിനെ പ്രസവിച്ച സ്ഥലത്തോട് കാലത്തോട് ബന്ധപ്പെട്ട് അവിടുത്തെ ജീവിത രീതികൾ വിവരിക്കുക, ജീവചരിത്രം വിവരിക്കുക എന്നതാണ് മൗലിദ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത്. മൗലിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ള സ്ഥലത്തോട് കാലത്തോട് ബന്ധപ്പെട്ട് അവിടുത്തെ ജീവിത രീതികൾ വിവരിക്കുക, അതിനെ പാരായണം ചെയ്യുക. ഇതാണ് മൗലിദ് എന്നതുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് പാടില്ല എന്ന് ഇത് പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഇവിടെ പാടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ബുദ്ധിമായി ചിന്തിക്കണം നിങ്ങൾ. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹി തങ്ങളുടെ, അത് വിളിക്കലാണ് ഘോഷിക്കപ്പെടുന്നത്. അതിവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാം മതത്തിനെ പറയാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല എന്നല്ലേ അതിന്റെ അർത്ഥമുള്ളത്? അപ്പൊ ഞങ്ങൾ മുസ്ലിമീങ്ങളായ ഞങ്ങൾ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മകാല സ്ഥലത്തോട് ബന്ധപ്പെട്ട അവിടുത്തെ ജീവിത ചരിത്രം വിവരിക്കുക. അത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്, ഖുർആനിന്റെ പ്രബോധനമാണ്. ഖുർആനിന്റെ പ്രബോധനം, റസൂലുള്ളാഹിന്റെ ചരിത്രം. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാധ്യമ മാർഗങ്ങൾ ഒന്ന് ഖുർആനിന്റെ പ്രബോധനം, റസൂലുള്ളാഹിന്റെ സീറ പാരായണം. ഇത് രണ്ടും ഇസ്ലാമിക പ്രബോധന മാധ്യമങ്ങളാണ്. അത് പാടില്ല എന്ന് ഒരുത്തൻ ഇവിടെ പറഞ്ഞാൽ ഇസ്ലാമിക പ്രചരണം ഇവിടെ പാടില്ല എന്നതാണ് തത്വത്തിൽ അതിന്റെ അർത്ഥം. അത് നമുക്ക് അംഗീകരിക്കാനൊക്കുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണ ഇവർ പറയുന്ന മാതിരിയല്ല. ഇവർ പറയുന്ന മൗലിദ് കഴിക്കുക, കുത്തുബിയത്ത് കഴിക്കുക, അത് ആളെ കുതിരേക്കുന്ന പരിപാടിയാ. മൗലിദ് കഴിക്കുക, കുത്തുബിയത്ത് കഴിക്കുക, ഹദ്ദാദ് കഴിക്കുക. സഹോദര, കഴിക്കുക എന്ന് പറഞ്ഞാലൊക്കെ തിന്നാൻ അർത്ഥമുണ്ടോ? ചേലാക്രമം എന്ന് പറഞ്ഞിട്ടൊരു പണി ചെയ്യാൻ നമുക്ക്. ആണുങ്ങളെ മാർക്കം കഴിക്കുക എന്ന് പറഞ്ഞൊരു പണിയുണ്ട്, സുന്നത്ത് കല്യാണം. സുന്നത്ത് കഴിക്കുക എന്നാൽ മുറിച്ച് തിന്നാനാ. അപ്പൊ കഴിക്കുക എന്നവരെ മുണുങ്ങാൻ അർത്ഥമല്ല. അതൊക്കെ വിഡ്ഢിത്തായി ലോകത്തോട് പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് നടത്തുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം. അത് ഇസ്ലാമിക പ്രബോധന മാധ്യമങ്ങളിൽ ഒരു മാർഗമാണ്. അത് അംഗീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ആ സമുദായത്തിന്റെ മെമ്പർമാരുടെ കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് മൗലിദ് കഴിച്ച് പറ്റൂ. അതിനൊക്കെയാണ് മൗലിദ്. ഇനി മൊയ്തീൻ ശൈഖിന്റെ മൗലിദ് കാണാലോ, ആരെ മൗലിദായാലും ശരി, ഏത് ഒരു മഹാന്റെ മൗലിദാണെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തോട് കാലത്തോട് ബന്ധപ്പെട്ട് അവരുടെ ചരിത്ര പാരായണം ചെയ്യുക. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റുസ് സാലിഹീന കഫാറാ ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ചരിത്ര പാരായണം നടത്തൽ അത് അള്ളാഹുവിനിക്ക് ചെയ്യുന്ന ഇബാദത്താണ്. അള്ളാഹുവിന്റെ സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പാരായണം ചെയ്യല് പാപമോചനത്തിന് കാരണമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടത്തുക എന്ന് പറഞ്ഞതിന്റെ, അല്ലെങ്കിൽ മഹാന്മാരെ മൗലിദ് നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥത, റസൂലുള്ളാഹിന്റെ മൗലിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പ്രസവ സ്ഥലത്തോട് കാലത്തോട് ബന്ധപ്പെട്ട് അവിടുത്തെ ജീവിത ചരിത്രം പാരായണം ചെയ്യുക. ഇത് പാടില്ല എന്ന് വന്നാൽ ഖുർആനിൽ എത്ര ആയത്ത് ഒഴിവാക്കണം? ഖുർആനിൽ ഇനി ഏതെങ്കിലും ആയത്ത് ഓതാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അതൊക്കെ കുറെ മൗലിദ് ഉണ്ടല്ലോ. ഏതില്? ഖുർആനിൽ. ലാ തജിഅലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ലിബഅദ് ലാ തഖൂലൂ റായിനാ വഖൂലൂ ഉൻദുർനാ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന
വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വല്ളുഹാ വല്ലൈലി ഇദാ സജാ. ആ അവസാനം വരെ അലം നസ്റലക സദ്റക. ഇതൊക്കെ ഒഴിവാക്കണ്ടേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ? അല്ല, അത് മനസ്സിന് കൊള്ളണില്ല. വെട്ടിക്കാളാ വരച്ചാളാ? എത്ര ആയത്ത് ഒഴിവാക്കേണ്ടി വരും? മൺകുട്ടിനെ കുളിപ്പിച്ച മാതിരിയാവും മുജാഹിദിന്റെ പിന്നാലെ കൂടിയാൽ. മണ്ണിന്റെ ഒരു കുട്ടിനുണ്ടാക്കിയിട്ട് മൂർത്താവില് വെള്ളം വാർന്നാ പിന്നെ ലാസ്റ്റിൽ എന്താ ഉണ്ടാകുക? ആകെ പോവും. ഇതാണ് മൗലിദിന്റെ അടിസ്ഥാനം. ഒരൊറ്റ കാര്യങ്ങൾ. ഇനി മാലയിൽ എന്താ ഇവർക്ക് മാലനെ പറ്റി എന്താ പറയണത്? ശിർക്കാണ്. എന്തുകൊണ്ടാ ശിർക്ക് ആയത്? മാല മൗലീദ് എന്നൊക്കെ പറഞ്ഞാൽ മുജാഹിദിന് അർത്ഥം വെക്കാൻ സാധ്യമാണ് സാധനമല്ലത്. ഓലി അറുക്കാനിൽ മുറുക്കാൻ, ഈ മുറുക്കാന്റെ ഫർള് 64 ആയതുവാ 1 തമ്പുലിൻ വെറ്റിലയാണ്. ഈ ജാതി അറബി പഠിച്ച മാലി മൗലൂദൊന്നും ശരിയാവില്ല. സുജായി പറഞ്ഞില്ലേ, മാല ബഹു മാല കബാല മാല, അർത്ഥം അറിയാതോർ കപല മാല. മാല നല്ല മാലയാണ്, അർത്ഥം അറിയാത്തവർക്ക് അഫലമാല, ഫലമില്ലാത്ത മാല. ഒരൊറ്റ ഉദാഹരണം. ഈ മാലനെ വിമർശിക്കുന്ന ആളുകൾ സാധാരണ നമ്മൾ ഈ നഫീസത്ത് മാല ഓതാറുണ്ട്. മാല ഈ പറഞ്ഞ പരിധിയിൽ തന്നെ അവരെ ചരിത്ര പാരായണ. ഈ നഫീസത്ത് മാല എപ്പോഴാ പാടല്? അധികവും സ്ത്രീകളുടെ ഇടയിലാണ് ആ പരിപാടി നടക്കല്. എന്ന് പറഞ്ഞാൽ പ്രസവ വേദന ഉള്ള വീടുകളിൽ പഴയ കാലം മുതലേ അത് ചെല്ലി വരുന്ന ഒന്നായിരുന്നു. പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ബേജാറുള്ള കാര്യമാണല്ലോ പ്രസവ വേദന. അപ്പൊ അവിടുന്ന് സാലികളെ ചരിത്രം പറഞ്ഞാൽ അത് അനുഗ്രഹമാണെന്ന് നമ്മളെ മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാലികളെ ചരിത്രം പാരായണം ചെയ്യുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, വിഷമം പക്ഷെ അവിടെ ഉണ്ടാവില്ല. ആ അടിസ്ഥാനത്തിൽ പഴയ കാലം മുതലേ നടക്കലുണ്ട് നഫീസത്ത് മാല. അപ്പൊ ഗിനക്കോളജിസ്റ്റ് മാല എന്താ പറട്ടെ, അത് കുറച്ചും കൂടി ഭാഷ നന്നാക്കിയതേ ഉള്ളൂ. അത് അവരെ പരിയാസ സ്വഭാവത്തിലുള്ള പറച്ചില. ആ ശൈലി നമുക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു സദസ്സിനോട് അഭിമുഖീകരിക്കാൻ പറ്റാത്ത വേർഡ് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ബഹുമാനികളെ, ഈ മാലയിലെ അവർ വിമർശിക്കുന്ന ഒരു ശൈലി, പ്രസവവേദന ഉള്ള സ്ഥലത്താണ് ഇത് ഓതുന്നത്. അത് കുറച്ച് പുരോഹിതന്മാര് അയ്യമ്മളെ പേരാ, കുറച്ച് ചാപ്പാടേരും ഒക്കെ വന്ന് കുറച്ച് അതിന്റെ പരിപാടികളൊക്കെ ആക്കി ഓതും. എന്താണ് ഇതിൽ പറയണത്? ഞാൻ പറഞ്ഞു തീർക്കുക. ചൊല്ലുവാൻ സേനത്ത് 400 ചാതര് 10 ജബദന പക്കായ മക്കാദിക്കതിൽ യോദിച്ച് പൊന്നിവൾ മൗത്ത് ഹിജറ 200 മാട്ട് പൊരിതാറമളാനിലുൾ ജുമുഅരാവിൽ തിട്ട്. എന്താണ് പറയണത്? ചൊല്ലുവാൻ, പറയുവാൻ. സനത്ത് കൊല്ലം 400 400 ചതുര 10 40 ജബ 5. ഹിജറ 445 ആര് ജനിച്ചത്? നഫീസത്ത് ബീവി ജനിച്ചത്. കടലാസുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോ. മരിച്ചതോ? പൊന്നിവൾ മൗത്ത് ഹിജറ 200 മാട്ട് പുരിതാറമളാനിലുൾ ജുമുഅരാവിൽ തിട്ട്. 200 200 ആട്ടയിട്ട്, അപ്പൊ 208 മരിച്ചു ചെയ്ത്. അപ്പൊ ഈ പെണ്ണ് ആദ്യം ജനിക്കേ മരിക്കേ ചെയ്തത്? ഹിജറ 445 ജനിച്ചത്. മരിച്ചതോ 208. 208 കഴിഞ്ഞിട്ടല്ലേ 445 വരുന്നത്. അപ്പൊ ആദ്യം ബീബി ജനിച്ചിക്കല്ല, പിന്നെന്തായിക്കാണ്? ആദ്യം മരിച്ചു, പിന്നീട് ജനിച്ചു. ഈ ജാതി മലമ്പൊള്ളി പറയുന്ന സ്ഥലത്ത് ഈ പ്രസവവേദനയുള്ള പെണ്ണ് പ്രസവിക്കോ? പള്ളേലുള്ള കുട്ടി പറയും, ഉമ്മ ഞാൻ ഇറങ്ങൂലാറി. എന്താ ഈ മഹിളരൊക്കെ അവിടുന്ന് പോണം? കാരണം ആ ജാതി മലമ്പൊള്ള അയാള് പറയുന്നത്. ഹിജറ 445 എന്തായിപ്പോയി എന്നാ പറഞ്ഞത്? മരിച്ചു. ജനിച്ചതോ? ആദ്യം എന്താ ചെയ്തത്? മരിച്ചു. 208 മരിച്ചു, 445 ജനിച്ചു. അവിടേക്ക് ഞാനില്ലാതെ. പിന്നെ അവസാനം ആസ്പത്രിക്ക് എടുക്കേണ്ട എത്ര ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ ചരിത്രം ശരിയാ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു കാര്യമുണ്ട്. നിങ്ങൾ പോയി നോക്ക്. നമ്മൾ പോയി നോക്കി സബീന നോക്കുമ്പോ
ഇപ്പോഴാണ് ഹക്ക് തിരിഞ്ഞത്. അങ്ങനെ ചിലവരുണ്ട് ഹക്ക് തിരിഞ്ഞത്, ഓൾക്ക് ചുക്കാ തിരിഞ്ഞത്. എന്താണ് അതിലുള്ളത്? ചൊല്ലുവാൻ പറയുവാൻ. സനത്ത് 4 എന്ന് വായിച്ചു. സനത്ത് 4. ഇവിടെ ഈ പയ്യന്നൂരിങ്ങൾ ഒരു ക്ലാസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടാക്കി. മഹാനായ മൗലവി പ്രസംഗിക്കുന്നതാണെന്നൊരു ബാനർ എഴുതി വെച്ചു, അല്ലെങ്കിൽ മഹാനായ മുസ്ലിയാര് പ്രസംഗിക്കുന്നതാണെന്ന് ഒരു ബാനർ വെച്ചു. ഒരു കുരുത്തം കെട്ടോൻ ആ ബാനറിന്റെ മുകളിൽ ഇങ്ങനെ നോക്കിയിട്ട് മഹാനായ മുസ്ലിയാരെന്നോ മഹാനായ മൗലവി എന്നാ എഴുതിയത്. കുരുത്തം കെട്ടോൻ അത് വായിച്ചു. ഫുൾ സ്റ്റോപ്പ് ഇട്ട് വായിച്ചു നോക്ക്. പിന്നെ അവിടെ വരലാരാ? മനസ്സിലായില്ല? മഹാനായ മുസ്ലിയാർ പ്രസംഗിക്കൂല്ലേ, മഹാനായ മൗലവി പ്രസംഗിക്കുന്ന ബോർഡുള്ളത്. അത് എഴുതിയോ യാതൊരു ദുരുദ്ദേശവുമില്ല, ബഹുമാന പുരസ്സരം എഴുതിന. കുരുത്തം കൊട്ടവനാ വായിക്കുന്നത്. അതന്നെ. അപ്പൊ നമ്മൾ പ്രസംഗം കേൾക്കാനൊക്കെ വന്നപ്പോ വന്നി നോട്ടീസിൽ പറഞ്ഞ ആളില്ല, തിരിച്ചു പോരുകയാണോ? നോട്ടീസിൽ വരെ പറഞ്ഞത്, നോട്ടീസ് പറഞ്ഞ ആൾക്ക് 4 കാലുണ്ടാവും. അക്കാലു കൽബിൻ ചൈനരൂന കാലു ലൗകസാത്തിൻ 4 കാലും പാലു. അവനവിടെ വേണ്ടത് മഹാനായ മൗലവീനാലെ മഹാനായ മുസ്ലിയാർ എന്നാണ്. ഞാനെങ്കിലും വിത്തരം ഉണ്ടാക്കേണ്ട, മൗലവിനെ നായാന്ന് വെച്ചിട്ട് മുസ്ലിയാരും വിളിച്ചിട്ടുണ്ട്. ഇവിടെ മഹാനായ എന്നുള്ളവർക്ക് ആ കൂട്ടി ആ വായോ മഹാന്നുള്ളവർക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വായിച്ചാൽ ആള് മാറും. ഇനി എഴുതിയോന്റെ തകരാറോ എഴുത്തിന്റെ ദോഷോ വായിച്ചോന്റെ കുരുത്തകളോ അതിന് കിതാബ് ഓതണോ? വായിച്ചോന്റെ കുരുത്തക്കട. നേരെ മറിച്ച് അവിടെ ഉള്ളതെന്താ? ചൊല്ലുവാൻ സനത്തിനാല് 100 ചാദർ 10 ജബരന പക്കായ മക്കാതിക്കരില്ലൂരിത്തെ പൊന്നിവൾ മൗത്തി ചെറ 200 മാട്ട് പൊരിതറമളാനിലുൾ ജുമുഅരാവിൽ തിട്ടേ. ചൊല്ലുവാൻ പറയുവാൻ സനത്തിനാൽ കൊല്ലത്തിനാൽ 100 ചതുര 10 100 നട 100 ചതുര 10 4 10 40 140 ജബാ ജീമ് 3 ബാർ 2 145. ഇതറ 145 ആര് ജനിച്ചത്? ബീവി ജനിച്ചത്. മരിച്ചതോ? പൊന്നിവൾ മൗത്തി ചെറ 200 മാട്ട് പൂരിതാറമളാനിൽ ജുമുഅരാവിൽ തിട്ട് 200 200 ആട്ടേട്ട്. അപ്പൊ 208 മരിച്ചു. നല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഹിജറ 145 ജനിക്കുകയും ഹിജറ 208 വഫാത്താവുകയും ചെയ്തു. ആര്? നഫീസ റളിയല്ലാഹു അൻഹാ. നേരെ മറിച്ച് മൗലവി ഇവിടെ പറഞ്ഞപ്പോഴോ, മൗലവി ഇവിടെ പറഞ്ഞപ്പോ എത്രയായി? ഹിജറ സനത്തിനാൽ. ചൊല്ലുവാൻ സനത്ത് 4 മഹാനായ. സനത്ത് 4 മഹാനായ. അങ്ങനെ വായിക്കരുത്, കൂട്ടി വായിക്ക്. സനത്തിനാൽ കൊല്ലത്തിനാൽ. അതിനാണ് പള്ളി ദർസിൽ വരണമെന്ന് പറയാൻ കാരണം. പള്ളി ദർസിൽ വന്നാൽ ഉസ്താദന്മാരടുക്കൽ നിന്ന് നമുക്ക് പഠിക്കുമ്പോൾ, നബിന്റെ കിതാബ് പഠിക്കുമ്പോൾ ഒരു അധ്യായമുണ്ട്, തമ്മീസ് എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. തമ്മീസിന്റെ അധ്യായത്തിൽ നമുക്ക് ഉസ്താദന്മാര് പറഞ്ഞുതരും. ഇന്ദി എന്റെ അടുക്കൽ സുബൂത്തായതാണ് എരിത്തൊലുന്നൊരു റാത്തൽ സമനം നെയ്യിനാൽ. അവിടെ നെയ്യ് 4 എന്നല്ല. എന്നതുപോലെ സനത്തിനാൽ കൊല്ലത്തിനാൽ 100 ചതുര 10 ജബ 100 ചതുര 10 40 ജബാൻഷി 145. ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. സനത്തി എന്ന് പറയുന്ന ആ താഇന്റെ ചോട്ടിലുള്ള കസറുണ്ടല്ലോ, ആ കസർ ഇവർ കട്ടെടുത്തു. ആ കസറിന്റെ വില 300 കൊല്ലത്തെ വിലയാണ്. 300 കൊല്ലം പിടിപ്പുൾ വിലയുള്ള സാധനമാണ് ഈ കസർ. നബീസത്ത് മാലയിലുള്ള ഒരു വരിയിലെ ഒരു കലിമത്തിന്റെ ചുവട്ടിലുള്ള ഒരു കസറിന്റെ വില 300 കൊല്ലത്തെ വിലയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഒരു പുള്ളിന്റെ വില എത്രയാണ്? ലാ യഅലമു ഹദ്ദുഹു ഇല്ലല്ലാഹ്. അതിന്റെ വലിപ്പം അല്ലാഹു അല്ലാതെ കണക്കാക്കുവോ? ഫഅബൗ അയ്യുളയ്യിഫുഹുമാ എന്നുള്ളടത്ത് ഫഅതൗ എന്ന് പറയാൻ
ഇഷ്ടം പോലെ ധനം തരാന്ന് പറയില്ലേ അള്ളാന്റെ റസൂലിനോട് എന്താക്കിയക്കാര്. അപ്പൊ പ്രിയ സഹോദരന്മാരെ, മാലന്റെ ഹാലതാണ്. അപ്പൊ ഈ മാലെന്ന് ഇവര് പറഞ്ഞാൽ ശരിയാവില്ല, ഓർക്കത് അറിയില്ല. അതുകൊണ്ടാണ് അവരെ കുറ്റം പറയല്ല, ഓർക്ക് ഈ വിവരമില്ല. പോലെ ഈ മറ്റേ എൻട്രൻസ് പരീക്ഷയൊക്കെ പാസ്സായ കുട്ടികളാണ്. അപ്പോ ചൊല്ലുവാൻ സനത്ത് 4 സനത്തിനാല് വ്യത്യാസം കണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ എത്ര അർത്ഥോ 145 ശ്രദ്ധിക്കണം. അവര് പറഞ്ഞപ്പോഴോ 445 വ്യത്യാസത്തിന് 300 കൊല്ലത്തെ വ്യത്യാസം. ആ 300 കൊല്ലം അവിടുന്ന് കിട്ടി. ഈ കസറ് സനത്തിനാലിനുള്ളത്തെ കസറ് കട്ട് മഹാനായ. അങ്ങനെ നീ ദുന്യാവിന്റെ മുകളിൽ വായിച്ചൽ ഇതേ ക്രമത്തിൽ ഇതേ പോയിന്റ് വെച്ച് മൗലിദും മാനി മുഴുവൻ പരിശോധിച്ചോ, ഒരു പുള്ളി തെറ്റാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇനി മൗലിദ് എന്ന് പറയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് നടപ്പില്ല എന്ന് അവകാശപ്പെടുന്നു മുജാഹിദുകൾ. ഇതാരതാ പുസ്തകം എന്നറിയോ? ഇത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പുസ്തകം. അതൊരു പക്ഷേ പറയും അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോ അത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മാറ്റുന്ന ആ കാലം ഇത് മാറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ എഴുതിയത് ശിർക്കോ തൗഹീദോ? അത് തൗഹീദും ശിർക്കും കൊല്ലം മാറുമ്പോ മാറുമോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പഠിച്ചോണ്ടല്ലേ എപ്പോഴും ഉള്ളത്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ കൊല്ലമുള്ള അള്ളല്ല എപ്പോൾ ഉള്ളത്? മാറ്റം വരുമോ? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ അള്ളല്ല ഇപ്പൊ കുറച്ച് പരിഷ്കരിച്ചതിന് മുമ്പത്തെ അള്ള എന്നല്ല സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇത് 1938 കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രമായ അൽ മുർഷിദാൻ. ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് അല്ല? അതെ, ഇതിന്റെ ഒറിജിനൽ എന്റെ വീട്ടിലുണ്ട്. എന്നേക്കാൾ ഒത്തിരി വയസ്സുള്ളതുകൊണ്ട് ഞാൻ മൂപ്പരെ കൊണ്ടുനടക്കില്ല എന്ന് മാത്രം. ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. നിങ്ങളിൽ ഞാൻ വായിക്കലൊന്നും ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ മുഴുവൻ ഉള്ളത്. വേറെ ആളോട് വായ്പ വാങ്ങേണ്ട ആവശ്യമില്ല, ഒക്കെ എന്റെ കയ്യിലുള്ളതേ ഞാൻ പറയുള്ളൂ. ഇത് 1938 കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിത സഭയാകുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ അവര് ഏകകണ്ഠമായി ഇറക്കിയ അവരുടെ മുഖപത്രമാണേത്? ഈ പത്രം അൽ മുർഷിദ്. ഇതിലെന്ത് പറയുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, കൊല്ലങ്ങളോ പതിപ്പുകളോ മാറുന്നത് കൊണ്ട് മാറാൻ പറ്റുന്ന സാധനമല്ല തൗഹീദ്. ഇവിടെ കുറെ തൗഹീദ് പ്രസംഗിച്ചല്ലോ, ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ. ഞങ്ങൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, 1938 നിങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച തൗഹീദിൽ നിന്ന് നിങ്ങൾ മാറിയോ ഇല്ലേ? ഇതാണ് ഞാൻ ആദ്യം ചോദിക്കാനുള്ളത്. 1938 ഇവിടെ നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന തൗഹീദ് ശിർക്കുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ഇതിന് പോലും മറുപടി പറയുന്നത് അറിയോ? ആ മൗലവി പറയുന്നത് ഞങ്ങൾക്ക് അംഗീകാരമല്ല, നിങ്ങൾ പറയുന്ന സമുദായത്തിനും അംഗീകാരമല്ല. നിങ്ങൾ പറയുന്നത് സമുദായത്തിന് അംഗീകാരമല്ല എന്ന് ഞങ്ങൾ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലും തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. ഇതിലെഴുതുന്നു, ഇതിന്റെ സബ്ഹെഡിങ് എന്താ? തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാലി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ മുസ്ലിങ്ങൾ സന്നദ്ധരാവുക. ഏത്? റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ മുസ്ലിമീങ്ങളൊക്കെ സന്നദ്ധരാകണമെന്ന് മുജാഹിദീങ്ങളോടാ പറയുന്നത്. സുന്നികളോട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മുജാഹിദീങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് വേണ്ടത് ചെയ്യണം. എങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടതാ പറയുന്നത്? ഇത് മുജാഹിദീങ്ങൾ സ്വീകരിക്കേണ്ടതാ, ഞങ്ങൾക്ക് ഇത് വാദകല്ല. ഇന്ന് വാദകല്ല തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ കൂട്ടരെന്ന് പറയാനുണ്ട്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. സമസ്തക്കാരെ ഇതല്ല, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ അവരുടെ മുഖപത്രമാകുന്ന അൽ മുർഷിദിൽ എഴുതുകയാണ്, പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്നിലരായി ഭവിക്കുന്നു. മുസ്ലിങ്ങളെ റബീഉൽ അവ്വൽ പിറക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ സന്തോഷം കൊണ്ട് ഉഷാറാകുന്നുണ്ട്. മുശ്രിക്കീങ്ങളല്ല, ശ്രദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത് എന്നതാണ് അതിന് കാരണം.
റബീഉൽ അവ്വൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ സന്തോഷിക്കാൻ കാരണം എന്താ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന് യജമാനനായ മുഹമ്മദുർ റസൂലുള്ളാഹി ജനിച്ചതാണ് അതിന് കാരണമെന്ന് മുജാഹിദുകൾ പറയുന്നു. ആ മാസം കൊണ്ടാടാൻ മുസ്ലിങ്ങൾ ഉത്സുകരായി തന്നെ ഇരിക്കുന്നു. ഇസ്ലാമിക പ്രബോധകരായ മഹാപുരുഷന്റെ ജനനം കൊണ്ട് ലോകത്തിന് പൊതുവെ ഉണ്ടായിട്ടുള്ള നന്മകളെ പറ്റി ചിന്തിക്കുന്നവരാളിന്ന് സന്ദർഭം വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം തുറക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാതെ നിവൃത്തിയാവില്ല. ഇതന്നെയല്ല ചങ്ങായിമാരെ മൗലൂദ് കഴിക്കാറ്. റസൂലുള്ളാഹിനെ പറ്റി ചിന്തിക്കുന്ന ഒരു മുസൽമാനെ റബീഉൽ അവ്വൽ മാസം പറക്കുമ്പോൾ അതിനെ ഓർക്കാതെയും ചിന്തിക്കാതെയും അതിനെ സംബന്ധിച്ച് ആഘോഷിക്കാതെയും നിവൃത്തിയാവൂല. ഇത് മുജാഹിദ് എഴുതിയതാ. അതിനല്ലേ നമുക്ക് അവർക്ക് മറുപടി പറയാൻ നല്ലതും. നമ്മൾ പറയുമ്പോ ഒക്കെ ലൈഫാ, ഓല് പറയുമ്പോ ഒക്കെ പ്രബലമാണല്ലോ, പ്രബലമായ കിതാബായി. ഇതിനെന്ത് പറയാനുണ്ടവർക്ക്? എന്നിട്ട് ഈ തുടർന്ന് ധാരാളം എഴുതിട്ട് അവര് വളരെ വ്യക്തമായതിന് പ്രചാരവത്സലനായ ഭരണാധികാരി, ദീനദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു, ദൈവ സന്ദേശമായി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാകുന്നു. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് വല്ല തെളിവ് ആവശ്യമുണ്ട്? ഇർത്തകബുത്തൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ പറയാറ്. ലോക മുസ്ലിമീങ്ങൾ മൗലിദ് കൊണ്ടാടണം, കൊണ്ടാടേണ്ടതാണ് എന്ന് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന, കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ മുഖപത്രമാകുന്ന അൽ മുർഷിദ് 1938 തഅദിയത്തുൽ മുസ്ലിമീന ലിസ്തിഖ്ബാലി റബീഉൽ അവ്വൽ എന്ന സബ്ഹെഡിങ്ങോട് കൂടി ഇതാ ലോക മുസ്ലിമീങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പിന്നിപ്പോ പയ്യന്നൂർ ഒരു ക്ലാസ് വന്നിട്ട് പ്രവാചകന്റെ കാലത്ത് ഉണ്ടായില്ല, പിന്നത്തെ കാലത്ത് ഉണ്ടായില്ല, സമസ്തക്കാരുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ഇത് സമസ്തക്കാരതല്ല, ഇത് കേരള നേതൃത്വത്തിൻ്റെതാ. ഇത് ഓതണം എന്നല്ലേ ഇപ്പറ്റി പറഞ്ഞു. ഇനി മൗലിദ് യോഗത്തിന് ആരൊക്കെ പങ്കെടുക്കേണ്ടത്? ആരാ മൗലിദിലൊക്കെ സംബന്ധിക്കേണ്ടതെന്നറിയോ? നബിചര്യയെ പഠനം ചെയ്ത് അതിനെ തുടർന്ന് പ്രവർത്തിക്കുന്നവർ, അള്ളാഹുവിനെയും അവസാന ദിവസത്തെയും പറ്റി പേടിയുള്ളവരും പടച്ചവനെ അധികമായി വിചാരമുള്ളവരുമാണ്. ഇത്തരക്കാര് മൗലിദിൽ വന്നു ചേരുകയും നബിചര്യകളെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന, ശ്രദ്ധിക്കണം, അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടിക്രമം വിവരമായി പറഞ്ഞുകൊടുക്കും. അങ്ങയുടെ ഉത്തമങ്ങളായ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കും. നബിയെ പിന്തുടരുവാനുള്ള ഉത്ബോധനങ്ങൾ നൽകും. സദസ്സിൽ നബിയോടുള്ള പ്രേമം വളർത്തും. നബിയുടെ അനുയായികളായ സഹാബത്തിന്റെ മതനിഷ്ഠ, ഭക്തി, ബഹുമാനം തുടങ്ങിയുള്ള കാര്യങ്ങൾ വിവരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിന് അവിടെ കൂടിയിരിക്കുന്ന നാവുകളെല്ലാം പ്രേരിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്ന സദസ്സ് അഥവാ മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. ഇത് കേരള നേതൃത്വത്തെ എഴുതിയതാ. റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മജ്ലിസില് പങ്കുകൊള്ളാൻ സാധിച്ചവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ ഇറക്കിയ അൽ മുർഷിദിലാണ് എഴുതുന്നത്. 1938. കേൾക്കുമ്പോൾ നമുക്ക് ബേജാറുണ്ടാവും, പടച്ചോനെ ഇതൊക്കെ പോലെ പറഞ്ഞോ, ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഇത് ശിർക്കാണെന്ന് ഈ കുട്ടികൾ പ്രസംഗിക്കുന്നത്? കുറച്ച് വിവേകം തൻ്റെയുള്ള ആൾക്കാർ ചിന്തിക്കും. നമ്മക്കെല്ലാവർക്കും കൂടി കിതാബ് ഓതാൻ നേരം കിട്ടിയില്ല, അത് ശരിയാ. നമ്മളെല്ലാവരും കൂടി കിതാബ് ഓതാൻ പോയിക്കാണ് ഇവിടെ കച്ചവടമൊക്കെ നടക്കുമോ? ഇവിടെ വേറെ വല്ല ഏർപ്പാടും നടക്കുമോ? അപ്പൊ എല്ലാവരും കൂടി ഓതണ്ട. ഫലൗലാൻ അപ്പറ മിൻകുല്ലി ഫിർഖത്തിൻ ദായിഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ. ഒരു കൂട്ടർ ഓതാൻ പോവാ, ഒരു കൂട്ടർ കച്ചവടം, ഒരു കൂട്ടർ കൃഷി, എല്ലാം ഇവിടെ വേണം. പക്ഷെ അക്കടി നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. 1938 കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ അവരുടെ നേതാക്കളാണ് എഴുതുന്നത്, റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മജ്ലിസിൽ പങ്കുകൊള്ളാൻ അഥവാ സംബന്ധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാരോ അവര് മഹാഭാഗ്യവാന്മാരാണ്. അപ്പൊ 38 ഭാഗ്യവാന്മാരായ ആൾക്കാര് 2005 എങ്ങനെ മുശ്രിക്കീങ്ങളായത്? 38 മഹാഭാഗ്യവാന്മാര് മൗലൂദ് ഓതുന്നവര് റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതണം.
അന്ന് ലോക മുസ്ലിമീങ്ങൾ കൊണ്ടാടിയ സംഗതിയാണ്. അതെങ്ങനെ 2005 സ്ഥാനിച്ച ശിർക്കായത്? തൗഹീദും ശിർക്കും കൊല്ലം മാറുന്നതിനനുസരിച്ച് മാറുമോ? ഇത് പ്രബോധനം ചെയ്യുന്ന മനുഷ്യന്മാരോടല്ലേ? കേൾക്കുന്ന ആൾക്കാർക്ക് തലച്ചോറില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. പ്രസംഗിക്കുന്ന ആൾക്കാർ ഈ കേൾക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അപ്പോ 2005 ശിർക്ക്, 1938 തൗഹീദ്. അപ്പൊ പതിപ്പ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് മാറുന്ന സാധനമാണോ തൗഹീദും ശിർക്കും? എങ്കിൽ നിങ്ങളെ തൗഹീദ് നമുക്ക് വേണ്ടേ വേണ്ട. ഇനി കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സ്ഥാപക നേതാവാരാ? ഈ മുജാഹിദീങ്ങളെ പണ്ഡിത സഭ ഇത് തുടങ്ങി ഇത് ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരെന്താ? പോയിട്ട് ഈ മുജാഹിദീങ്ങളോട് ഉണ്ടതൊക്കെ ചോദിച്ചാൽ കിട്ടുന്നത് ഓലറി പ്രവാചക ശിരോമണി. എന്ത് മണി എങ്ങായി? എന്ത് മണി? എനിക്കെന്ത് അറിയാ? ഇസ്ലാമിനെ പറ്റി എന്തറിയാ? ഈ 2 ബുക്കും വായിച്ച് പ്രവാചക ശിരോമണിയന കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പണ്ഡിത സഭ. അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന ആളാണ് KM മൗലവി. അതായത് KM മൗലവി എന്ന തയ്യില് മൈമുട്ടിഞ്ചേരി എന്നാ പറയാ, പയകാക്ക. അയാളെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ആവശ്യമുണ്ട് പിന്നെ നോക്കാം. അയാളെ പത്രാധിപത്യത്തിൽ നടക്കുന്ന സാധനമാണ് അൽ ഇർഷാദ്. ഈ അൽ ഇർഷാദിൽ KM മൗലവി സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അൽ ഇർഷാദിൽ EK കുഞ്ഞമുട്ടി മൗലവിയാണ് ഈ ലേഖനം എഴുതുന്നത്. EK കുഞ്ഞമുട്ടി മൗലവിയാണ് കണ്ണൂർ ജില്ലക്കാരനാണ്. തലശ്ശേരി അടുത്ത് തലക്കടത്തൂർ എന്ന് സ്ഥലമുണ്ടല്ലോ, തലശ്ശേരി അടുത്ത്, അവിടുത്തെ EK മൗലവി എന്ന ആളാത്. അത് നമ്മളെ കണ്ണൂർ ജില്ലക്കാരനാ. അതുകൊണ്ട് കണ്ണൂർ ജില്ലക്കാരായ നിങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രത്യേകമായ പ്രതിപത്തി ഉണ്ടാവണം. അയാൾ എഴുതുന്നു, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. എവിടെ? മശ്രിഖാന്റെ പയ്യന്നൂരാ? മശ്രിഖാന്റെ സൂര്യ ഉദയ സ്ഥലം മുതൽ അസ്തമന സ്ഥലം വരെ നടന്നു വരുന്ന ഒന്നാ മൗലിദ്. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരമില്ലെന്ന് പറയുവാൻ സാധിക്കയില്ല. ആചാരോ അനാചാരോ ഒഴിവാക്കേണ്ടത് നമുക്ക് അത്ര പോവില്ല. നിങ്ങൾ സാഹിത്യകാരന്മാരായതുകൊണ്ടാണ് പറഞ്ഞത്. ആചാരോ അനാചാരമാണോ ഒഴിവാക്കേണ്ടത്? അനാചാരല്ലേ ഒഴിവാക്കേണ്ടത്? മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം അഥവാ ഇസ്ലാമികമായ ഈ നടപടിക്രമം ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല എന്ന് കേരള നേതൃത്വത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ EK കുഞ്ഞമുട്ടി മൗലവി എഴുതുന്നു. അതൊന്നും കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. ഇറ്റള്ളർക്ക് മഹബൂത്തുൽ ഖബാറിന് വന്നതാ. എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റസൂലുള്ളാഹിന്റെ മൗലിദ് കഴിക്കണമെന്തിനാ? റസൂലുള്ളാഹിനോട് അങ്ങേയറ്റ സ്നേഹത്തെ വെളിവാക്കാൻ വേണ്ടിയാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങളിൽ നിന്നൊരാളും പരിപൂർണ മുഅ്മിനാവില്ല, ഞാനാവണം അവന്റെ ഉമ്മവാപ്പാമാരെക്കാൾ മക്കളെക്കാൾ എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും സ്നേഹമുണ്ടാകേണ്ടത് എന്നോടാവണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തെ വെളിവാക്കാൻ വേണ്ടിയാണ് ഈ മൗലിദ് കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നബിയിലുള്ള വിശ്വാസാധിക്യത്താലും പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ ഹയാത്താക്കുന്നതിലും അവർ അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാൾ മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് സിദ്ധിക്കുവാനുള്ളത്? ഇതൊക്കെ തന്നെയല്ലേ നമുക്കും പറയാനുള്ളത്. റസൂലുള്ളാഹിന്റെ ഈ മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തെ വെളിവാക്കാൻ, റസൂലുള്ളാഹിനോടുള്ള തൃപ്തിയെ വെളിവാക്കാൻ, നബിന്റെ ദീനിനെ നിലനിർത്താനൊക്കെ പര്യാപ്തമാണ്. ഇതിനേക്കാളും വലിയ ഒരു കാര്യം നമുക്ക് കിട്ടാനില്ല. ആരും എഴുതുന്നു? കേരള നേതൃത്വക്കാർ എഴുതുന്നു. പിന്നെ ഇവിടെ തെറ്റുപറ്റി. പിന്നെങ്ങനെ ശിർക്ക് വരിക?
ഇനി മൗലിദ് കഴിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇമാം സയ്യൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിനോട് ചോദിച്ചതിന് ഇമാം സയ്യൂത്തി പറഞ്ഞ മറുപടി ഇതാ പറയുന്നു. ജലാലുദ്ദീൻ സയ്യൂത്തി റഹ്മത്തുള്ളാഹി മൗലിദിന്റെ ഹുക്മിനെ കുറിച്ച ചോദ്യത്തിന് ഇപ്രകാരം മറുപടി പറയുന്നു എന്ന് മൗലിദ് കഴിക്കുക എന്നത് ജനങ്ങൾ ഒരുമിച്ചുകൂടി ഖുർആനിൽ നിന്ന് കുറച്ചു ഭാഗം ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആരംഭഘട്ടത്തെ കുറിച്ച് വന്നിട്ടുള്ള ചില ഖബറുകളും പ്രസവാസരത്തിലുണ്ടായ ചില അത്ഭുതങ്ങളും വിവരിക്കുകയും ചെയ്ത ശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളതാണെന്ന് സുയൂത്തി റഹ്മത്തുള്ളാഹി പറയുന്നു. മൗലിദ് കഴിക്കുന്നതിനെ സംബന്ധിച്ച് സുയൂത്തി ഇമാമിനോട് ചോദിച്ചപ്പോൾ എന്താ മൂപ്പര് പറഞ്ഞത്? ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്നിട്ട് ഖുർആനിൽ കുറച്ച് ആയത്ത് ഓതുക, പിന്നെ നബിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചില സംഭവങ്ങൾ പറയാ, അതൊക്കെ കഴിഞ്ഞ ദിവസം കുറച്ച് എന്തെങ്കിലും കഴിക്കുക പോവുക. ഇതിലേതാ ശിർക്ക്? ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കഴിക്കല്? മുജാഹിദീങ്ങൾ ഈ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും വെച്ചുകൊണ്ടല്ലേ നമ്മളും കഴിക്കണം മൗലിദ്. നമ്മൾ 10 ആളെ വിളിക്കാൻ കഴിവുള്ള ആള് 10 ആളെ വിളിക്കും, 2 ആളെ വിളിക്കാൻ കഴിയുന്നവൻ അങ്ങനെ വിളിക്കും, 100 ആളെ വിളിക്കാൻ കഴിവുള്ളവൻ അങ്ങനെ വിളിക്കും. എന്നിട്ട് വന്നാലോ എല്ലാവരും നല്ല സുഖമായിട്ട് അതിന് സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വീട്ടിൽ ഇരിക്കും. ഇരുന്നതിന്റെ ശേഷം ചിലപ്പോൾ ആദ്യം തന്നെ ഒരു പായസം ഉണ്ടാവും. മധുരം കൊടുക്കൽ നല്ലതാ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആന് കുറച്ച് ഭാഗം ഓതും അല്ലേ? ഇന്നല്ലാഹ വ മലായികത്തു ഒരാളോലും, ലഖദ് കാന ലക്കും ഫീ റസൂലില്ല വേറൊരാളോലും, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വേറൊരാളോലും, അങ്ങനെ കുറച്ച് ആയത്ത് ഓതും. അത് കഴിഞ്ഞിട്ട് നബിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചില സംഭവമൊക്കെ വിവരിക്കും. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ റബീഇൽ അവ്വലി ഖബറ നബിയിൽ ഉലാ وأوجد نوره قبل خلق العالم وسماه محمدا وألبسه خلعة الجمال التي لم يلبسها عادا فبدر بوجه أقجل قمرا وفرقدا ألا هو الذي تبصر به آدم. അങ്ങനെയൊക്കെ കൂടും. അതൊക്കെ കഴിഞ്ഞിട്ട് കിതാബൊക്കെ അവിടെ കൂട്ടി പരക്കാരവിടെ കൊണ്ടുവച്ച് സൊപ്പറിടും, ഭക്ഷണം കൊടുക്കും, സുഖമായി കഴിക്കും. ഇതിലേതാ തെറ്റ്? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യല്? അങ്ങനെ ചെയ്യേണ്ടത് നാ മുജാഹിദ് പറയുന്നത്. സുന്നി അങ്ങനെ ചെയ്യല്, മുജാഹിദ് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ടത്. സുയൂത്തിമാം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ ചെല്ലലും. പിന്നെ അതിന്റെ പുറമെ എപ്പോ ഈ ഇതൊക്കെ ശിർക്കാർ നടക്കുന്ന കുട്ടികളുടെ ഹാലോ അത് ഇതിനേക്കാളൊക്കെ രസാ. ഈ ശിർക്കാന്ന് പറഞ്ഞ് ഈ പ്രസംഗിക്കണ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മക്കോലെ താരീഖ് അറിയാം, എന്താ പോലെ ഹാലി അറിയോ? കാരണന്മാരൊക്കെ മൗലൂദിന്റെ ആൾക്കാരാ. ഉപ്പാര് ദായിമാൻ മല്ലൈനി ചില ആൾക്കാർ, ഇവര് ഒപ്പം നടന്ന് കുത്തുബിയത്തും റാത്തീബും ഒക്കെ ചെല്ലിയോല. എന്നിട്ട് ഈ മൗലൂദ് ഓതിയാ പോലും പോവില്ല. മൗലൂദ് ഓതി അതിന്റെ ചോറൊക്കെ വഹിച്ചാല് മുറ്റത്താട് കസാരട്ട് കുത്തിരിക്കുക. എങ്ങനായാലും ടോർച്ചിന്റെ പുള്ളി തീരൂല. അത് അങ്ങോട്ട് തിരിച്ചിട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടും എന്താ പോനായില്ലേ പോനായിട്ട് പുള്ളി ശരിയാണില്ല. പുള്ളി ശരിയായാലും എപ്പോഴറിയോ? വീട്ടുകാരൻ പുറത്തിറങ്ങിയിട്ട് കടന്നോട്ടെ, അപ്പൊ ഒറ്റ പുള്ളിയായി, കണ്ടീഷൻ ആയി, ബൾബ് റെഡിയായി, ശരിയായി, ആവുക പോക്കായി. അങ്ങനത്തെ ആസാമികളപ്പോ ഇത് ശിർക്കാന്നും പറഞ്ഞ് നടക്കുന്നത്. ഈ പരിപാടിയൊക്കെ സുഖമായി നടത്തി അത്യാവശ്യമൊക്കെ ഉള്ള ആൾക്കാർ തന്റെ രക്തവും മാംസവും ഒക്കെ ഇതിൽ ജയിച്ചവരാ. ശരിയാൻ പറയണില്ല. എന്നിട്ട് പറയണ പ്രവാചക ശിരോമണി അരുതെന്ന് പറഞ്ഞു. അരുതെന്നല്ല പറഞ്ഞത്, വേണം എന്ന് പറഞ്ഞു. ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഔദ്യോഗിക ഗ്രന്ഥങ്ങൾ, കേരള നേതൃത്വത്തിന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷൻ KM മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അൽ-ഇർശാദ് മാസികയിൽ VK കുഞ്ഞമ്പട്ടി മൗലവി എഴുതുന്ന സുയൂത്തി ഇമാമിനെ ഉദ്ധരിച്ചു. ഇനി കൊല്ലം തോറും മൗലൂദ് കഴിക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ശ്രദ്ധ ഇങ്ങോട്ട് വേണം, വെള്ളങ്ങൾ കുടിച്ചോളി. മൗലിദ് ബിദ്അത്ത് ഹസനത്താണ്, അതായത് നല്ലതായ ആചാരമാണ് എന്നതിന് ആശൂറാഇന്റെ നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള ബുഖാരി മുസ്ലിമിന്റെ ഹദീസിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു. അത് എങ്ങനെയെന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ശത്രുവായ ഫിർഔനിനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്റായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആശൂറായിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹദീസിനെ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അല്ലാഹു തആല ഒരു വലുതായ നിഅമത്ത് ചെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുകയും
കൊല്ലം തോറും ആ ദിവസം വരുമ്പോൾ ശുക്രനെ പുതുക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്, വെളിപ്പെടുന്നു. ശുക്രാണെങ്കിൽ പലവിധ ഇബാദത്ത് കൊണ്ടും ആവാമല്ലോ. എന്നാൽ റഹ്മത്തുൽ ആലമീനായ നബിയുടെ ജനനത്തേക്കാൾ വലിയ നിഅമത്ത് മറ്റൊന്നാണ്. ഏതായാലും മൗലിദ് കഴിക്കുന്നത് മുമ്പ് വിവരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സദഖ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മതകൾ മുതലായി ഖൽബുകളെ നന്മയിലേക്ക് ഇളക്കിവിടുന്നതും ആഖിറത്തിലേക്കുള്ള അമൽ ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വെളിപ്പെടുത്തിയതിൽ അല്ലാഹു തആലയോട് ശുക്രനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് സന്തോഷത്തിന് വേണ്ടി ഗാനം മുതലായ മുബാഹായ ആഘോഷങ്ങൾക്കും വിരോധമില്ല. കൊല്ലം തോറും മൗലൂദ് കഴിക്കണം. ആശൂറാവിന്റെ നോമ്പിനെ കുറിച്ച് വന്ന സംഭവമാണ്. ഇത് നല്ലതാണ് തെളിയിക്കുന്നത്. എല്ലാ കൊല്ലം മൗലൂദ് കഴിക്കണമെന്ന് കേരള നെതുപത്തേരെഴുതുന്നു. പിന്നെ എവിടുന്നാ ഈ വില ചെറുക്കാന്ന് കണ്ടെന്ന് ഇവര് പ്രസംഗിക്കണതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ ഇല്ലട്ടാ ഓലയിൽ പോലും പറഞ്ഞുകൊടുത്ത കാര്യമുണ്ടോ? ഓല് പറഞ്ഞുകൊടുത്ത് എന്താ കാര്യമുള്ളത്? എന്ത് കാര്യം ഓല് പറഞ്ഞുകൊടുത്തുള്ളത്? ഓല് പറഞ്ഞുകൊടുത്തും കുറച്ചൊക്കെ ഉണ്ട് അറിയില്ലേ? കുറച്ചുമില്ല, അല്പമില്ല, ഒന്നുമില്ല, മുഴുവൻ ഓലയിലാണുള്ളത്. പക്ഷെ ഇടങ്ങാറാന്ന് മാത്രം. എവിടെ ഒരു പറയുന്നിടത്ത് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ ഒരു തരിമ്പ് ആശയങ്ങൾ ഖുർആനിലോ ഹദീസിലോ തെളിയിക്കാൻ സാധ്യമാണോ? സുന്നികൾ ചെയ്യുന്ന ആചാരത്തിനെതിരിൽ മൗലൂദും റാത്തീബും കുത്തുബിയത്തും അദ്ദാദും യാറം മൂടലും യാറം കെട്ടലും ഒക്കെ പരിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന. എട്ട് ശിർക്കുയിൽ വരുന്നില്ല. ഇനി വീണ്ടും മൗലവി എഴുതുക, ഞാനാ മൗലൂദ് കഴിച്ചത്. നമ്മളവിടേക്ക് പറയും, മലപ്പുറം ഭാഗത്തേക്കൊക്കെ പറയും ഷറഫലാമിന് വേറൊരു പേരുണ്ട്. എന്താ? ബയ്യൗലൂദ്. ഇവിടേക്ക് എന്താ പറയാ? ഇവിടെ അങ്ങനെ പറയില്ല, ബയ്യൗലൂദ് പറയാമല്ലോ. ഷറഫലാമിന് ഷറഫലാം മനസ്സിലായില്ലേ? അതിൽ കാണാം അസ്റക ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുന്ന ഹദീസിൽ കാണാം, ഫവലദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്നഉൽ ബദ്റു ഫീ തമാമി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അല്ലേ? അശറഖൽ ബദ്റു അലൈനാ ഫഖതഫത് മിന്നുൽ ബുദൂറു മിസ്ല ഉസ്നിക മാ റഅയ്നാ ഖത്തു യാ വദി അസ്റൂരി. നേരെ ഇല്ലാത്തോണ്ട് അങ്ങനെ വേറെയും കോലത്തിലൊക്കെ ചെല്ലലുണ്ട്. അപ്പൊ ഈ അശറഖ ചെല്ലണം ആ സമയത്ത് നിൽക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കേരള നെതുപത്താരൻ എഴുതുന്നു, ഫവലദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുത്തുന്നില്ല. മൗലൂദിന് കുറ്റല്ല, ശിർക്കില്ല. ഞാൻ ഓതുമ്പോ ഫവലദത്തിൻ നബിയാന്ന് പറയുമ്പോ റസൂലുള്ളാഹിനെ പറ്റൂനല്ലേ? അത് കേൾക്കുമ്പോ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. അസ്റഖല്ല, അതും കൂടി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കിതാബുദ്ദീന് അതാ കുറ്റപ്പെടുത്താത്തത്. മൂപ്പര ആഴ്ചയിൽ മമ്പറം വന്ന് ഇസ്തിഗാസ ചെയ്യണ മനുഷ്യരാ. മുജാഹിദിന്റെ പ്രസിഡന്റുമാണ്. കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ അധ്യക്ഷനാ. മൂപ്പര് മരിച്ചുപോയി. ആഴ്ചയിൽ മമ്പർത്ത് വരും. വ്യാഴാഴ്ച സിയാർത്ത് ചെയ്യും. എന്തെവിടെ ഒന്ന് ആ കരന്ന് കര പറ്റിയാണ്. തിരുവങ്ങാടിക്കാരനാണ്. ഒരു പാലത്തിന്റെ വ്യത്യാസമല്ലോ. അക്കരന്ന് കര പറ്റിയാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാൻ ചെറുക്കാണ്. നീ കേൾക്കണമെങ്കിൽ നിങ്ങളെ മൗലവിമാര്, മുജാഹിദിന്റെ മൗലവിമാരെഴുതിന് എനിക്ക് അവസാനമായി ഒരപേക്ഷ മാത്രമാണുള്ളത്. മൂപ്പര അവസാനത്തെ ഒരപേക്ഷ, അതെങ്കിലും നിങ്ങൾ സ്വീകരിക്കണ്ടേ? ഒരു മനുഷ്യ അവസാനം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വസിയ്യത്ത് പറഞ്ഞാൽ അത് കേൾക്കണ്ടേ? എന്താ ഇന്ന് നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ്. നമുക്ക് അറബി അറിയാത്തതിൽ മൂപ്പർക്ക് വലിയ ദുഃഖമുണ്ട്. അത് വളരെ സംഗതി ശരിയാണ്. ആട്ടെ, അവരെ മൗലിദിന്റെ മജ്ലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാൾ തർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും. അറബി മൗലൂദും വേണം, മലയാള മൗലൂദും വേണം. സുന്നികളിപ്പോ അറബി മൗലൂദിൽ മാത്രമുള്ളത്. നിങ്ങൾ പറഞ്ഞതല്ല, അറബി മൗലൂദ് മാത്രം പോരാ, മലയാള മൗലൂദ് കൂടി വേണമെന്നല്ലേ? എന്നാ ഞങ്ങൾ ചോദിക്കുന്ന അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? എന്നാ നമ്മൾ ഒരുമിച്ച് ഓതുക, എന്നാ പ്രശ്നം തീരുമല്ലോ ഇല്ലേ? നിങ്ങൾ മലയാള മൗലൂദ് ഓതിക്കോ, ഞങ്ങൾ അറബി മൗലൂദ് ഓതാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓതാലോ. എന്നാ എന്തിനാ ഈ ജനങ്ങളുടെ ഇടയിൽ പിത്തറ ഉണ്ടാക്കാൻ നടക്കുന്നത്? ഞങ്ങളോതാ, നിങ്ങൾ ഓതി. കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി
തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. എന്ത് ഉഷാറിനോ നമ്മൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഓതുകയാണെങ്കിൽ. മൗലവി പറഞ്ഞതല്ലേ, ഇതിനെ കേട്ടൂടെ? കേരള നദബത്തുൽ മുജാഹിദീന്റെ ഏറ്റവും ഉന്നതനായ മൗലവി എഴുതുന്നു, അറബി മൗലവി കേട്ടിരുന്നുകൊണ്ട് ഒന്നും അറിയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഒരാൾ തർജമ കൂടി പറയൽ വളരെ നല്ലതാണ്. ഞങ്ങൾ തർജമ പറയാൻ നിൽക്കി, ഞങ്ങൾ അറബി മൗലൂദ് എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് മൗലൂദ് ഓതി സന്തോഷത്തോടു കൂടി പിരിയാലോ? പിന്നെന്തിനാ ഈ സമൂഹത്തിനെ നാശമുണ്ടാക്കാൻ നടക്കുന്നത്? അല്ല, അത് പണ്ടേ കാലത്തല്ലേ, അന്നത്തെ അല്ലല്ലപ്പള്ള്. അന്നത്തെ തൗഹീദും ഇന്നത്തെ തൗഹീദും വ്യത്യാസമുണ്ടോ? അന്ന് ശിർക്കായത് ഇന്ന് ശിർക്കല്ലേ? അന്ന് തൗഹീദുള്ളത് ഇന്നും തൗഹീദല്ലേ? പിന്നെ എവിടുന്നായി മാറ്റം വരുന്നത്? പിന്നെ ഇറുത്തൊക്കെ പുത്തൂല വലിയ കേസിൽ പറയാ, നീ ആരാ ഇവിടെ മൗലൂദാദി ഓതിയത്? കേരള നെടുവത്താരം തന്നെയാണ് ഇവിടെ ഓതിയലും. ഈ സന്ദർഭത്തിൽ 2 കൊല്ലക്കാലമായി നിങ്ങള് ആണ്ട് കൃത്യ ദിവസം കഴിച്ചതുകൂടി എഴുതിന്. ഈ സന്ദർഭത്തിൽ 2 കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദ് ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത് സമസ്തന്റെ അതല്ല, കേരള നദവത്തുൽ മുജാഹിദീന്റെ ഉലമാക്കള് അവരുടെ അധ്യക്ഷനായ KM മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അൽ ഇർഷാദിൽ എഴുതുകയാണ്, എല്ലാ കൊല്ലവും കൃത്യമായി റബീഉൽ അവ്വലില് നടത്തും പോലെ ഈ കൊല്ലവും ഞങ്ങൾ റബീഉൽ അവ്വൽ 12-ാം തീയതി കൃത്യമായി തന്നെ ആ പരിപാടി നടത്തി. ഇനി എന്താ ശിർക്ക് പറയാനുള്ളത്? ഇപ്പൊ ഇവിടെ കഴിച്ചതും അതിന്റെ ഡേറ്റും പോലെ ഓതിയതും പാടിയതും ഇനി പാടാനുള്ളതും ഒക്കെ കഴിയും. ഇനിയിപ്പോ സാധാരണക്കാരെ പൊട്ടീസാക്കാനുള്ള പണി എന്താ? ഇറത്തൊക്കെ ബുദ്ധു വളരെ ഗൗരവമായതല്ലേ? നീ ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചാൽ കിട്ടുന്ന ഗൗരവം അത്. ചിന്തിച്ചാൽ എങ്ങനെ ഗൗരവം കിട്ടും അവിടെ? ഇറത്തക്കബുത്തു അലൽ ഖത്താ ഗൈറ ആസിരിൻ വഅദദ് ലക അശ്കൂബി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിലറ്റമില്ല ഞാൻ കരി തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. അതിലൊരബദ്ധവുമില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, وَإِذَا قِيلَ لَهُمْ تَعَالَوْا يَسْتَغْفِرْ لَكُمْ رَسُولُ اللَّهِ لَوَّوْا رُءُوسَهُمْ وَرَأَيْتَهُمْ يَصُدُّونَ وَهُمْ مُسْتَكْبِرُونَ. وَإِذَا قِيلَ لَهُمْ ഹൃദയത്തിൽ കാപട്യം മറച്ചുവെച്ച കടുത്ത മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ, തആലൗ നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, ആ ആവശ്യത്തിന് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരൂ എന്ന് പറയുമ്പോൾ ലൗവൗ റൂസഹും അവരെ തലകളെ അവർ തിരിച്ചു കളയുന്നതാണ്. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരികളായിട്ട് അവർ തിരിഞ്ഞു കളയുന്നതാണ്. നമ്മൾക്കൊരാളോട് പറയേണ്ട ആവശ്യമില്ല, ആ കക്ഷിയോട് നമ്മൾ സങ്കടം പറയേണ്ടതില്ല, ആ ആളിന്റെ മുമ്പിൽ ഞങ്ങൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കപടന്മാരായ ആളുകൾ അവരെ മുഖം തിരിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് പറയാൻ ഹൃദയത്തിൽ കാപട്യമുള്ള ആളുകളെ ലഭിക്കില്ല. മറിച്ച് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അതല്ല. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക, അവരിതാ വല്ല മുഅ്മിനീങ്ങളായ ആളുകള് വല്ല തെറ്റോ കുറ്റങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ജാഊക നബിയെ അവർ തങ്ങളെ സമീപിക്കുന്നതാണ്. എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ് അല്ലാഹുവിനോട് അവരെ പൊറുക്കലിനെ തേടും. വസ്തഗ്ഫറ ലഹുമുർ റസൂലു അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പോഴോ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ അവരെത്തിക്കുന്നതാണ്, അങ്ങേയറ്റം പാശ്ചാത്താപം സ്വീകരിക്കുന്നതായി ഖുർആൻ അല്ലാഹു തആല പറയുന്നു. അപ്പൊ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്
അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് പറയുക എന്നുള്ളതെന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇബ്നു തീമിയയുടെ ശിഷ്യനാകുന്ന ഇബ്നു കതീർ അടക്കം സമ്മതിച്ചതാണ്. യുർശിദുല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ അദ്നബു അൻ യഅ്തു ഇല നബി സ്വല്ലല്ലാഹു. ഒരു തെറ്റ് ചെയ്താൽ അവർ റസൂലുള്ളാഹിനെ സമീപിക്കുക, റസൂലുള്ളാഹിനോട് ശിക്കായത്ത് പറയുക എന്നുള്ളത് മുഅ്മിനീങ്ങളായ ദോഷികളുടെ ബാധ്യതയാണ്, കടമയാണ്. ആ അടിസ്ഥാനത്തിലാണ് സുന്നികളായ ഞങ്ങൾ പറയുന്നത് ഇർതകബതു അലൽ ഖത്താ വഇറാസിരി വഅദദ് ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. അങ്ങനെ നബിനോട് അങ്ങനെ പാസാദിക്കാൻ പറ്റുമോ? നബിനോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉമ്മരത്ത് അഥവാ വിരി ഒരു വാതിലിതാ ഒരു വിരി തൂക്കിട്ടിരിക്കുകയാണ്. ഫിയാ തസാബീറു, അതിലിതാ കുറെ അധികം രൂപങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്. ഉടനെ തന്നെ റസൂലുള്ളാഹി തിരിച്ചു പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നാലെ കൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി മാദാ അദ്നബതു യാ റസൂലല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ കൊള്ള പാസാദാദിച്ചു മടങ്ങുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കൊള്ള പാസാദാദിച്ചു മടങ്ങുന്നു. മാദാ അദ്നബതു യാ റസൂലല്ലാഹ്. ഞാൻ എന്ത് അബദ്ധമാണ് നബിയെ ചെയ്തത്? തിരുത്താൻ തയ്യാറാണ്. അല്ലാഹുവിനെ കൊള്ള ഖേദിച്ചു മടങ്ങുന്നു, റസൂലുള്ളാഹിനെ കൊള്ള ഖേദിച്ചു മടങ്ങുന്നു എന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേരെ തൗഹീദ് മനസ്സിലാക്കിയ ബീബി ആയിഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ സുന്നി പറയുന്ന ഇർതകബതു അലൽ ഖത്താ വഇറാസിരി വഅദദ് ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. എന്താ അന്യായം ബോധിപ്പിക്കുന്നത്? ദോഷം പൊറുക്കണമെന്നല്ല അന്യായം. അസ്സഫാഅതബലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖാ വഅലനാ യവായ സയ്യിദി ഖൈറൻ നബി. നബിയെ തങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, ലോക ജനതകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന, അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ആ മഹ്ശറയിൽ അങ്ങോട്ട് നേതാവാണല്ലോ. അന സയ്യിദു ഉൽദി ആദമ വലാ ഫഖറ. ഞാനാണ് ആ മഹ്ശറയുടെ നേതാവ്, മനുഷ്യലോകത്തിന്റെ നേതാവ് ഞാനാണ് എന്നങ്ങോട്ട് പറഞ്ഞല്ലോ. അവിടുന്ന് സയ്യിദാണെങ്കിൽ ഞങ്ങൾ അവിടുത്തെ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളരക്കൽ ജമ്മൽ വഫീറു ഫീക ഖദ സൻതുലന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കാന്ന് പറയാവോ? നബിന്റെ അടിമ എന്ന് പറയാവോ? എന്തുകൊണ്ട് പറഞ്ഞൂടാ? അന സയ്യിദു ഉൽദി ആദമ. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, സയ്യിദാണ്. സയ്യിദിനാണ് അടിമ ഉണ്ടാകല്. അതുകൊണ്ട് നബി സയ്യിദാണെങ്കിൽ നമ്മൾ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളരക്കൽ ജമ്മൽ വഫീറു ഫീക ഖദ സൻതുലന്നി യാ ബശീറു യാ നദീറു. അപ്പൊ തങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്നത് അവിടുത്തെ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണം. മഹ്ശറയിൽ ശഫാഅത്തുണ്ടല്ലോ, അതിലെ സാധുക്കളായ ഞങ്ങളെ കൂട്ടണം. ഇതാണ് ഞങ്ങൾ ആ മൗലിദിലൂടെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ 10 കൊല്ലത്തെ ഖാദിമാണ് ആര്? അനസ് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സ്വല്ലല്ലാഹു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു, അയ്യശ്ഫഅലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് ഞാൻ നബിയോട് ആവശ്യപ്പെട്ടു. അത് എന്നോട് ചോദിക്കരുതട്ടാ, അത് വലിയ ബുദ്ധിമുട്ടായി പോയിട്ടാ. അള്ളാഹിനോട് നേരെ പറയേണ്ടതാണ് കേട്ടോ. എന്നാണോ പറയേണ്ടത്? പറയേണ്ടത് അങ്ങനെയാണ് നബി മുജാഹിദാണെങ്കിൽ. പക്ഷേ നബി സുന്നി ആയതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ് വദൻ ഇൻഷാ അല്ലാഹ്, നാളെ പരലോകത്തിൽ നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യാനസ്. അനസ് റളിയല്ലാഹു തആല നരകത്തിലാണെങ്കിൽ സമസ്തക്കാരും പോട്ടെ നരകത്തിൽ.
അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളെ പറ്റി ഖുർആൻ പറയുന്നേ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വിധേയരായ മാത്തുക്കളാണ് സഹാബ. ആ സഹാബത്തിൽ ഒരു മഹാനാണ് അനസ്. ഞാൻ ഇതിനോട് ശഫാഅത്ത് ചോദിച്ചപ്പോൾ നാളെ തരാന്ന് പറഞ്ഞു. അത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്. അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖ വഅലനാ യാ സയ്യിദി ഖൈറൻ നബി വഅതീതു ശഫാഅത. തുർമുദിയുടെ ഹദീസ വഅതീതു ഖംസൻ യുഅതൗന അദുൻ ഖബലി എന്ന ദീർഘമായ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നു, വഅതീതു ശഫാഅത, പരലോകത്തിൽ ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന് അധികാരം നൽകിയ റസൂലിനോടല്ലേ ചോദിക്കേണ്ടത്? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. അതിലെന്താ ശിർക്ക്? ഇന്നത്തെ ചോദ്യം എന്താ? ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസർ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ആരോടാ ചങ്ങായി ചോദിക്കുക? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഹൗദുൽ കൗസറിന്റെ അധികാരം നൽകിയിരിക്കുന്നു. അവർ റസൂലുള്ളാഹിക്ക് അധികാരം കിട്ടിയതിനോട് നബിയെ തങ്ങൾക്ക് അധികാരം കിട്ടിയതല്ലേ ഹൗദുൽ കൗസർ? ഒരു തിരി വെള്ളം എനിക്ക് തരണം കേട്ടോ. ഇന്നനാനർജൂയില കൗസി യൗലികലിൽ നതസ് യൗമ നശരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഇന്നനാനർജൂയില കൗസി ഹൗലികലിൽ നതസ്, തങ്ങളെ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കൂസ് വെള്ളത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തരണം നബിയെ. തങ്ങൾക്ക് അധികാരം കിട്ടിയെന്ന് ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്ന അഅതൈനാകൽ കൗസർ, കൗസറിനെ നബിയെ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തങ്ങൾക്ക് കിട്ടിയോണ്ട് നമ്മൾക്ക് തങ്ങൾക്ക് അധികാരമുള്ള തങ്ങളോടല്ലേ ചോദിക്കൽ? അതിലെന്താ ശിർക്ക്? യാതൊരു കുഴപ്പം മങ്കൂസ് മൗലൂദിനില്ല, സർറൽ അഫനാമിലില്ല, സുന്നികളോദിന് ഒരു മൗലൂദിനും ഇല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓരോ മൗലൂദ് ഓരോ വാചകം എടുത്ത് പറയാൻ പറ്റൂലല്ലോ. ഒരൊറ്റ മൗലൂദില്ല. ഇനി മാലയിൽ എന്താ ഉള്ളത്? മാലയിൽ അത്തിരിയില്ല. മാല നിങ്ങൾക്ക് തിരിയില്ല. നിങ്ങൾ മാലയിൽ നിന്നാൽ ചക്കരയും വള്ളി കുറുക്കൻ ചാടിയ മാതിരി വേറുമില്ല. നിങ്ങൾക്ക് മാലിയും മൗലൂദൊന്നും അറിയില്ല. മൊയ്തീമാരേര് ചത്ത ജഗത്തിന് ഒക്കെ ഞാൻ രാത്രി പറയുന്നുണ്ട്. ചത്ത ജഗത്തിന് ഒറ്റ വാക്കിൽ പറയാം, തൗഹീദിന് വിരുദ്ധാണ് എന്നാ പറഞ്ഞത്. മാലി മൗലൂദൊക്കെ തൗഹീദിന് വിരുദ്ധ. എന്തെങ്കിലും തൗഹീദ് മനസ്സിലാക്കി? അത് ചത്ത ജഗത്തിന് ജീവൻ ഇടിയിച്ചോവർ എന്ന് പറഞ്ഞത് തൗഹീദിനെതിരാണോ? അത് പറയാഞ്ഞാലാ തൗഹീദിന് വിരുദ്ധം. അത് മനസ്സിലാക്കണം. കാരണം തൗഹീദ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാരാ? ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം മുതൽ ഷഫീഉൽ വറാ താഹ റസൂലുള്ളാഹി. വെയില് ചൂടായപ്പോഴേക്കാരെ സലാത്തിന് കമ്മി വന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ സുന്യളാണ്. സുന്യള മര്യാദ ഒക്കെ നമ്മളെ സദസ്സിൽ വേണം. നമ്മൾ പ്രവാചക ശിരോമണി മുഹമ്മദ് എന്ന് പറഞ്ഞ കമ്പനിയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടക്കമുള്ള 1.25 ലക്ഷം അംബിയാ മുർസലുകളാണ് തൗഹീദ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അതിലൊരാളാണ് റൂഹുല്ലാഹി ഈസാ. ഈസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹു ഒരുവനാണ്, ഞാൻ അവന്റെ ദൂതനാണ്. അള്ളാഹുവിനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഞാൻ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് ഈസാ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തപ്പോൾ ഈസായോട് ചോദിക്കുന്ന എന്താ തെളിവ്? എന്തിനാ തെളിവ് വയ്ക്കുന്നത്? അല്ലാഹു ഒരുവനാണ്, നീ അവന്റെ ദൂതനാണ് എന്നതിന് തെളിവ് എന്താണാ ചോദിക്കുന്നത്? അള്ളാഹു ഒരുവനാണ്, നീ അവന്റെ ദൂതനാണ് എന്നതിന്റെ തെളിവെന്താണ്? ഈസാ അലൈഹിസ്സലാം പറയുന്നു, എന്ത് തെളിവാക്ക് വേണ്ടത്? അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റാ. അഖ്ലുഖു ലക്കും മിനത്ത്-തീനി, മണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാം. കഹൈഅത്തി-ത്വയ്ർ, ഒരു പറവ, ഒരു പക്ഷിനെ മണ്ണെടുത്ത് ഞാൻ സൃഷ്ടിച്ചു തരാം. എന്നിട്ട് ഫഅൻഫുഖു ഫീഹി, അതിൽ ഞാൻ റൂഹൂതും. ഞാൻ ഊതു റൂഹ്, അല്ലാഹു ഊതുന്നല്ല. ഫയകൂനു ത്വയ്റാ, അപ്പോൾ അത് പക്ഷിയായി പാറും.
അത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിവ് എനിക്ക് നൽകിയ ഒരു ഉടമയുണ്ട്, അവൻ ഒരുവനാണ്, ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്ന ദൂതനാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് റൂഹുല്ലാഹി ഈസാ പറഞ്ഞതായ ഖുർആൻ പറയുന്നു. അല്ലാഹ് ഒരുവനാണ് എന്നുള്ളതിലേക്ക് ഈസാ നബി കൊടുത്ത തെളിവെന്താ? മണ്ണെടുത്തിട്ട് ഞാനൊരു പക്ഷിനെ സൃഷ്ടിച്ച് ഞാനതിലെ റൂരിട്ട് പാറിച്ചാണ് കാണിച്ചു തരാം, അത് കണ്ടാൽ അല്ലാഹ് ഒരുവനാണ്, ഞാൻ അവന്റെ ദൂതനാണ് നിങ്ങൾ മനസ്സിലായിക്കോന്നാണ്. അപ്പോളോ ഈസാ നബി ശിർക്കോ തൗഹീദോ പ്രചരിപ്പിക്കാൻ വന്നത് അല്ല, അത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതായി അനുഭവമുണ്ട് എന്നറിയും. ഇത് സുപ്രഭാതത്തിലല്ല, എല്ലാ സമയത്തും പെട്ടതാണ്. പ്രഭാതം മാത്രമല്ല, പ്രദോഷവും പെട്ടിട്ടുണ്ട്. വീണ്ടും ഈസാ അലൈഹിസ്സലാം പറയണേ, അള്ളാഹു ഒരുവനാണ് എന്നതിന് ഇനി നിങ്ങൾക്ക് വേറെ രേഖ വേണോ എങ്കിൽ ഉപരി ഉല്ലക്ക് മഹവൽ അബ്റസവ വഹിൽ മൗതാ, ജന്മനാൽ അന്ധനായ മനുഷ്യനെ അഥവാ പ്രസവത്തിൽ കാഴ്ചയില്ലാത്ത മനുഷ്യനിക്ക് എന്റെ കൈ കൊണ്ട് തടവിട്ട് ഞാൻ സുഖമാക്കി തരാം. വൽ അബ്റസ, മാറാവ്യാധി രോഗമാകുന്ന വെള്ളപ്പാട് ഞാൻ സുഖമാക്കാം. വഉഹിൽ മൗത, മരണപ്പെട്ട ആളെ ഞാൻ അയാത്താക്കി കാണിച്ചു തരാം. മരിച്ചോലെ ഞാൻ അയാത്താക്കിയിട്ടാണ് കാണിച്ചു തരാം. എന്തിനാ കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്? ഈസാ നബി എന്തിനാ വന്നത്? ശ്രദ്ധിക്കണം. ഈസാ നബി എന്തിനു വന്നതാ? തൗഹീദ് പഠിപ്പിക്കാനാ. ആ ഈസാ നബി അവരുടെ തൗഹീദിന്റെ തെളിവ് മരിച്ചോലെ ഹയാത്താക്കി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ എനിക്ക് കഴിവ് തന്ന ഒരാളുണ്ട്, അവൻ ഒരുവനാണ്, ഞാൻ അവന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം മരിച്ചോലെ അയാത്താക്കാൻ, ഒരു സാധനത്തിനെ സൃഷ്ടിക്കാൻ, സൂക്കട് മാറ്റാൻ ഒക്കെ അള്ളാഹു അവന്റെ മഹാന്മാർക്ക് എന്ത് ചെയ്യും? കഴിവ് കൊടുക്കും. എന്തിനാ കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ പിന്നെ ചത്തേജാകത്തീനെ ജീവൻ നേടിച്ചോവർ ചാകുങ്കീരത്തെ നന്നാക്കി വിട്ടോവർ. അത് മുസ്തഹദിയ. വിട്ടോവർ, ചെയ്യിച്ചോവർ എന്നൊക്കെ പറഞ്ഞു, ചെയ്തോവർ എന്നല്ല. ചത്തേജാകത്തീനെ ജീവൻ ഈടിച്ചോവർ അല്ല. അങ്ങനെ എങ്ങനെയാലും അങ്ങനെ പാടുണ്ടോ? എന്താ നമ്മൾ സുന്നികളുടെ വിശ്വാസം എന്താ? കുദറത്തിന്റെ കാര്യത്തിൽ, കഴിവിന്റെ കാര്യത്തിൽ സുന്നികളുടെ വിശ്വാസം എന്താണെന്നറിയോ? ഒരു വിരല് ഇങ്ങനെ നേർത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ മടക്കാൻ അള്ളാന്റെ പടപ്പിന് കഴിയൂലാണ്. എങ്ങനെ? അള്ളാന്റെ പടപ്പിൽ ആരാ ഒഴിവുള്ളത്? അള്ളാന്റെ പടപ്പുകളെ കൂട്ടത്തിൽ ആരാ ഒഴിവുള്ളത്? ആരെയുണ്ടോ? ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി അടക്കം എല്ലാവരും അള്ളാന്റെ ആരാ? പടപ്പുകളാണ്, സൃഷ്ടികളാണ്. ആരെങ്കിലും ഒഴിവുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ സൃഷ്ടികൾക്ക് ഒരു വിരല് ഇങ്ങനെ മടക്കാനോ നീർത്താനോ സ്വന്തം കഴിയൂല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ് വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലഹും വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ് തുടങ്ങിയ ആയത്തൊക്കെ ഇതിന് തെളിവാണ്. ഒരു വിരൽ കൊടി ഇങ്ങനെ നീർത്താൻ മടക്കാൻ അള്ളാഹുവിന്റെ മഖ്ലൂഖിന് സ്വന്തം കഴിയൂല. ഇതാണ് നമ്മളെ വിശ്വാസം. എന്നാല് ചത്തചകത്തിന് അത്യോവർ എന്നൊക്കെ ഉണ്ട്. സ്വന്തം കഴിയൂല, ഒന്നും കഴിയൂല. അതാണ് മൊയ്തീമാലയിലുള്ളത്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് ഇന്നെ പാറായെന്നും കേട്ടോവർ. എന്നോട് ഏകല്ലൂടെയോവൻ തൻ്റെകൾ ആകെന്ന് ഞാൻ ചൊല്ലില്ലാകും മാറുന്നോവർ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാരെ ചൊല്ലിനി എൻ്റെ ആവാനില്ല എന്നോവർ. അല്ലാഹു ഖാലല്ലാ ഖാല റസൂലുള്ളാ റബ്ബുൻ കരീമുള്ളാ ജൗഹർ വലിയുള്ളാ. എന്നുടെ ഏകൽ ഉദയവൻ തൻ്റെകൾ. ഞാൻ എന്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയോ പറയുകയോ ആണെങ്കിൽ അത് മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബിന്റെ വേണ്ടുകയോടുകൂടെ അല്ലാതെ മറ്റൊന്നുമല്ല. എന്നയുടെ ഏകലുടെ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലിനി എന്റെ ആമാനില്ലാരെന്നോവർ.
എന്നോട് പടച്ചോൻ പറയുമ്പോഴല്ലാതെ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, പടച്ച തമ്പുരാൻ ചെയ്യാതെ കഴിവ് തരാതെ അള്ളാന്റെ വേണ്ടുകയില്ലാതെ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാ മൊയ്തീൻ മാലയിലുള്ളത്. അപ്പൊ ചെയ്തു കൊടുത്തോളം ആര് പറഞ്ഞതാ? അള്ള പറഞ്ഞതാ. അള്ള കഴിവ് കൊടുത്താൽ ചെയ്യാൻ പറ്റൂലെന്നോ? അല്ലെങ്കിൽ നദുവത്തുൽ മുജാഹിദീന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ടോ അള്ളാഹ്ക്ക്? ഞാനിങ്ങനെ മൊയ്തീൻ ഷേഖിന് ചെറിയൊരു കഴിവ് കൊടുക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കരുതിട്ടോ. അല്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ പോലും പറഞ്ഞിടത്തും കാര്യം ഉണ്ടാവും, ശ്രദ്ധിക്കണം. നദുവത്തുൽ മുജാഹിദിന്റെ ഓഫീസിക്ക് നീററിയിക്കണോ അള്ളാഹു? ഞാനിങ്ങനെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ബഗ്ദാദിൽ, മൂപ്പർക്ക് ഞാൻ ചെറിയൊരു പരിപാടി കൊടുക്കുന്നുണ്ട്, അതിന് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, നിങ്ങളെ ഈ ക്യാമ്പിലൊന്നും പ്രതിഷേധം രേഖപ്പെടുത്തരുതെന്ന് പറയേണ്ടതുണ്ടോന്നാ ചോദ്യം. ഇല്ല എന്ന് 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ. നബിയെ പറയൂ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, തൂത്തിൽ മുൽക മൻ തശാഅ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കഴിവിനെ നീ നൽകുന്നതാണ്. ചിലർക്ക് അയാത്താക്കാൻ കഴിവ് കൊടുക്കും, ചിലർക്ക് പാണ്ഡ്യരോഗം സുഖമാക്കാൻ കഴിവ് കൊടുക്കും, മറ്റുള്ളവർക്ക് പലതും നീ കഴിവ് കൊടുക്കും. അതൊക്കെ നിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. തൻസിഉൽ മുൽക മിമ്മൻ തശാഅ. ചിലർക്ക് ഇജ് കൊടുക്കൂല, ഒരൊറ്റ വഹാബിക്ക് കറാമത്തുള്ളതായിട്ട് കാണിക്കാൻ കഴിയോ? തൻസിഉൽ മുൽക മിമ്മൻ തശാഅ. ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവിക്കോ വലിയനിക്കോ പല കൂട്ടത്തിൽ വലിയുണ്ടോ? ഉണ്ടാവും, കുട്ടികളെ കെട്ടിച്ചതിന് വലിയുണ്ടാവും. അല്ലാതെ വിലായത്തിന്റെ ഹഖീഖിയായ വിലായത്തിന്റെ അധികാരത്തിലില്ല, അവർക്ക് വിലായത്തില്ല. കാരണം എന്തുകൊണ്ട്? വിശ്വാസത്തിൽ പേച്ച മുബ്തദീനിക്ക് വിലായത്ത് കൊടുക്കുകയില്ല എന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്.